ഇറങ്ങാനായില്ലേ? അത് വരുന്നേനെ. എന്താണ് ഇനി മേക്കപ്പ് കഴിഞ്ഞില്ലേ? ഈ ഒരു സ്ഥലത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ പെണ്ണുങ്ങള്. നൂഹ ആക്ക് മേക്കപ്പ് ഉണ്ടാ? ഇറങ്ങിയ ഇടമ്മ എവിടെ? എന്താരെ കാണിക്കാനാണ്? ട്രെയിനാണ്ട് പോകും. ആ ഉപ്പ ഞങ്ങൾ അങ്ങനെ തന്നെയല്ലേ വരുന്നത്. പിന്നെ ഇങ്ങനെ വിളിക്കണ എന്തിനാണ്? ട്രെയിനിൽ തന്നെ വരുന്നത്. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വിളിച്ചും കൂടി ശല്യം ചെയ്യണത്? ഇതിപ്പോ രാവിലെ ഞാൻ പറഞ്ഞില്ലേ വരികയാണ് ഇറങ്ങുകയാണെന്നുള്ളത്. അതവിടുന്ന് ഇറങ്ങി. ട്രെയിന് 11 മണിക്കാണ്. ശരി, നിങ്ങളൊന്ന് വെക്കി വന്നേത്. ഇതിന്റെ സിബ് കേടന്നു. ഇപ്പഴാണ് പറയണത്. സാറില്ല, അതിലൊന്നുമില്ല. എന്തിനാ നിങ്ങൾ ചൂടാവണത്? ഇതിപ്പോ ഒപ്പ വിളിച്ചിട്ട് കണ്ട പിന്നെയും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണത്. എന്റെ ഒപ്പ ഇങ്ങനെ തന്നെയായിരുന്നു. ഏത് സമയം ഞാൻ ഹോസ്റ്റലിൽ പഠിക്കാൻ നിൽക്കുന്ന സമയത്തും ഞാനിവിടെ ചെയ്ത സമയത്തും ഒക്കെ ഇങ്ങനെ വിളിച്ചിങ്ങനെ അന്വേഷിക്കും. ലാസ്റ്റ് ഇപ്പൊ മരിച്ചു പോയപ്പോഴാ ഈ ഒക്കെ മാറിയത്. ഒരു സമാധാനം കിട്ടിയത് എന്ന് പറയാം. ഉപ്പ മരിച്ചപ്പോഴാ? എന്താടി ഇങ്ങനെയൊക്കെ പറയണത്? ഉപ്പ മരിച്ചപ്പോ മനസ്സമാധാനം ഉണ്ടാവുക? പിന്നെ ഇപ്പനോട് എന്താ പറഞ്ഞത്? എന്തേ? ഞാൻ എന്തേ പറഞ്ഞു? നമ്മളപ്പാര് നമ്മളോട് ഇറങ്ങിയോ ഇല്ലേന്ന് ചോദിക്കാൻ നമുക്ക് വേറെ ആരെങ്കിലും ദുനിയാവിലുണ്ടാ? എനിക്ക് ഉമ്മയില്ല വാപ്പയില്ല. നിങ്ങൾക്കോ? ഉമ്മയില്ല, ആകെയുള്ളത് വാപ്പ മാത്ര. അതിന്റെ നെഞ്ഞത്തോട്ടല്ലേ നിങ്ങൾ ഈ കേറുന്നത്? അതിപ്പോ ഈ 3-4 പ്രാവശ്യമൊക്കെ ഇങ്ങനെ വിളിച്ച് ചോദിക്കുമ്പോ പിന്നെ അങ്ങനെ തന്നെയല്ലേ? ഇപ്പാരങ്ങനെ തന്നെയല്ലേ? ഇവരൊന്ന് സ്കൂളിൽ പോയിട്ട് നേരം വൈകിട്ട് ഒരു 4:30 വരുന്ന ആള് ഒരു 4:35 ഞങ്ങൾ എന്താ ഇവിടെ പറയാറ്? നിങ്ങൾ ഈ വീട് ഇങ്ങനെ 4 മാറ്റാറില്ലേ? അത് ഈ കാണുന്ന സ്കൂളിൽ കിട്ടാ. അപ്പൊ പിന്നെ ഈ നമ്മൾ ഇവിടെ ഉപ്പ അവിടെ ആകെ വീട്ടിൽ വരാനും ചോദിക്കാനും ആരാളുള്ളത്? ആരനെ കാത്തിരിക്കണത്? ഞാൻ അങ്ങനെയൊന്നും മനസ്സിൽ കരുതിയിട്ടല്ല ഇപ്പൊ പറഞ്ഞത്. പിന്നെ വിളിച്ചിട്ട് വരുന്നില്ല, ട്രെയിന് പോവാൻ സമയമാവും, അപ്പൊ പ്രശ്നം ട്രെയിൻ കിട്ടിയില്ലെങ്കിലോ? ട്രെയിന് കിട്ടിയില്ലെങ്കിൽ അടുത്ത ട്രെയിന് പോവാ. ഇപ്പൊ എപ്പ വിളിച്ചാലും നിങ്ങൾ ഇങ്ങനെ തന്നെ. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് നിങ്ങൾക്ക് ദേഷ്യപ്പെടാണ്ടാവും. എന്നിട്ടും നിങ്ങളെ ഇടക്കിടക്ക് നിങ്ങൾ ദേഷ്യപ്പെടാറുണ്ട്. ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വീണ്ടും ഇപ്പൊ വിളിക്കും. അങ്ങനെയല്ല മോനെ, ഇങ്ങനെയല്ല മോനെ, ഇപ്പൊ അത് കളച്ചോട്ടെ, ഇത് വൃത്തിയാക്കിക്കോട്ടെ, ഇതൊക്കെ ചോദിച്ചു വിളിക്കണതേ ആ വീട്ടില് നമ്മളാണ് എല്ലാ വെച്ചിട്ടാ. അല്ല, അത് ഉപ്പാക്കാണ് ചെയ്താ പോരെ. ഇന്നെങ്ങനെ എപ്പോഴും വിളിച്ച് ചോദിക്കേണ്ട കാര്യം എന്താ? നിങ്ങൾ മേലാലും എന്റെ ഒരു കാര്യം വിളിച്ച് എന്നോട് ചോദിക്കരുതട്ടാ. അത് പറ്റില്ല. അപ്പൊ പിന്നെ അതന്നെയല്ലേ ഉപ്പാക്കും? എന്താ നിങ്ങൾക്ക് വേറെ ഉപ്പാക്ക് വേറെ നയ്യോ? ഉണ്ടായിരുന്നല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഉപ്പാക്ക് ആകെയുള്ള ഒരു മകനാണ് നിങ്ങള്. അത് നിങ്ങളും പ്രത്യേകം ഓർക്കണം. വേറെ ഉള്ളത് 4-5 പെങ്ങന്മാരാ. ഓലൊക്കെ കല്യാണം കഴിച്ച് ഓരോ തരത്തിലാ കിടക്കണത്. ഇപ്പാടെ അടുത്ത് ആരുമില്ല. ഒന്ന് ചോദിക്കാനോ വരാനോ നമ്മള് മാത്രേ ഉള്ളൂ. ഓലക്ക് ഏതെങ്കിലും കാലത്ത് അവിടെ ഇവിടെ, അത് ഇവിടെയും കൂടി അല്ല, ഓലെ ഞാൻ കുറ്റം പറഞ്ഞില്ല. ഓലക്ക് ഏതൊക്കെയോ സ്ഥലങ്ങളിൽ വിദേശത്തും അവിടെ ഇവിടെയൊക്കെയാണ്. അതെന്തോ ആയിക്കോട്ടെ, അത് ഞാൻ കുറ്റം പറയാനല്ല. ഇനിയിപ്പോ അതിന് നിങ്ങൾ പറയാൻ നിൽക്കണ്ട. പക്ഷെ ഇപ്പൊ കാത്തിരിക്കുന്നത് നിങ്ങളുടെയും മോനെയാണ്. അതാണ് നിങ്ങൾ ഉണ്ടോ ഉറങ്ങിയോ അങ്ങോട്ട് പോയോ ഇങ്ങോട്ട് പോയോ അതല്ലേ ഇതല്ലേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. മോശമായി. അത് ഉമ്മയും വാപ്പി ഇല്ലാത്തവർക്ക് അത് മനസ്സിലാവുള്ളൂ. അല്ലാത്തവർക്ക് പനിയും മനിയും ഒന്നൊരു വില ഉണ്ടാവില്ല. അത് സാരില്ല. അത് അവിടെ പോയിട്ടേ ഒന്ന് സലാം പറഞ്ഞിട്ട് ഒന്നാണ് കെട്ടിപ്പിടിക്കാൻ പോലെ. അതന്നെ നിങ്ങൾ ഏറ്റവും വലിയ അഹങ്കാരം. എന്ത് പറഞ്ഞാലും ഉപ്പാനോട് കുഴപ്പമില്ല എന്നൊരു തോന്നലാണ് ഇങ്ങനെയൊക്കെ നിങ്ങളെ ചെയ്യിക്കണത്. ഓവറാക്കല്ല, സാരില്ല. ഞാൻ അറിഞ്ഞിട്ടല്ലല്ലോ, മനഃപൂർവ്വമല്ല. സോറി. നടന്നേ വേടാ, വാതിൽ പൂട്ടാൻ മറക്കണ്ട. പറഞ്ഞ പോലെ തന്നെ ഇതടഞ്ഞു കിടന്നോട്ടെ. അപ്പുറത്ത് സുമി വന്നിട്ട് നോക്കിക്കോളൂ.